ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ഓർഡർ ഉണ്ടായിരുന്ന ട്രസ്ലെച്ചസ് കേക്കിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഹോം ബേക്കർ ആവാൻ ആഗ്രഹമുള്ളവർക്കും വീട്ടിൽ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ എക്സ്പീരിയൻസ് ഇതുപോലെ ഇങ്ങനെ ഓരോരോ കേക്കിൻ്റെ എക്സ്പീരിയൻസൊക്കെ വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് തോന്നി. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഹോം ബേക്കേഴ്സ് ഉണ്ട്. നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക, അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. കാരണം ഞാനിത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്നും ABCD അറിയാത്ത ആളുകൾ, അല്ലെങ്കിൽ അത് താല്പര്യമുണ്ട് ചെയ്യണം, ഓരോ കേക്കുകൾ എക്സ്പീരിയൻസ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് ഒരു ബേക്കിംഗ് പറഞ്ഞു തരുന്ന വീഡിയോ അല്ല. ജസ്റ്റ് ഒരു കേക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നമ്മൾ രുചിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ. പക്ഷേ എങ്കിലും ഞാനത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഈ ട്രസ്ലെച്ചസ് കേക്ക് ചിലരെങ്കിലും കഴിച്ചിട്ടുണ്ടാവും, ചിലവർ ബേക്കറിയിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ കഴിക്കാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു കേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന പോലെ, അല്ലെങ്കിൽ അത്ര ജ്യൂസി ആയിട്ടുള്ള സിറപ്പിൽ ഇങ്ങനെ നല്ല പോലെ ഒരു മിൽക്ക് മിക്സിൽ മുങ്ങിയ ഒരു കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള പോലത്തെ കണ്ടെയ്നേഴ്സാണ് നമ്മൾ ശരിക്കും ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ മിക്സ്, നമ്മൾ മിൽക്കിൻ്റെ മിക്സ് ഒഴിക്കുമ്പോൾ അത് ശരിക്കും താഴെ ഇങ്ങനെ, അത് നമുക്ക് താഴെ വരെ നമ്മൾ ശരിക്കും സോക്ക് ചെയ്യണം. അപ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മളത് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മിൽക്കിൻ്റെ മിക്സ് കുറച്ചുകൂടെ കൊടുത്തു വിടും. നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് മുകളിലോട്ട് ജസ്റ്റ് കുറച്ച് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുകളിലിട്ടിരിക്കുന്ന പിസ്തയാണെങ്കിലും ചിലർ റോസ് പെറ്റൽസ്, ഉണങ്ങിയിട്ടുള്ള റോസിൻ്റെ ഇതളുകളും മുകളിൽ ഇങ്ങനെ ഇടാറുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ പിസ്ത തന്നെ ഭംഗിയല്ല, പിസ്ത മാത്രം ഇട്ടാൽ തന്നെ ഇത് അടിപൊളിയാണ് നമ്മൾക്ക് കഴിക്കാനായിട്ട്. പിന്നെ ആ ക്രീമിൻ്റെ കാര്യം പറയുമ്പോൾ, നമ്മൾ ക്രീം യൂസ് ചെയ്യുമ്പോഴും ക്രീമിൽ നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടാണ് നമ്മളത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ക്രീമിനും അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് വരും. പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു മിൽക്കിൻ്റെ മിക്സ്, നമ്മൾ വിപ്പിംഗ് ക്രീം അല്ല യൂസ് ചെയ്യുന്നത്, ഫ്രഷ് ക്രീം, അമൂലിൻ്റെയൊക്കെ ഫ്രഷ് ക്രീം കിട്ടുമല്ലോ, ആ ഫ്രഷ് ക്രീമും അതിൻ്റെ ഒപ്പം തന്നെ മിൽക്ക് മെയ്ഡും പിന്നെ നമ്മുടെ പാലെന്ന് പറയുന്നത് വെള്ളം ചേർക്കാത്ത നല്ല കൊഴുപ്പുള്ള പാല്. ഇനി നമ്മൾ ഒരു ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറയും ചിലവർ. ഞാനിവിടെ ഇവാപ്പറേറ്റഡ് മിൽക്കൊന്നും അല്ല കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. വെള്ളം ചേർക്കാത്ത പാല് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. തിളച്ച് വരുമ്പോൾ ഈ പാലിൻ്റെ ഒരു പച്ച ചുവ മാറുന്ന രീതിയിൽ നമ്മൾ നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് മൂന്നും ഒരു പ്രത്യേക കോമ്പിനേഷനിൽ നമ്മളിത് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ എന്താ പറയുന്നത്, അതിനൊരു അളവുണ്ട് കേട്ടോ. നമ്മളെല്ലാം കൂടെ ഒരു പ്രത്യേക പ്രൊപ്പോർഷനിൽ നമ്മളത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ സിറപ്പ് മിൽക്ക് മിക്സ് തയ്യാറാക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഈ ഒരു കേക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് ഇതിലോട്ട് യൂസ് ചെയ്യുന്ന അത് എത്ര ടേസ്റ്റിയാണോ അതിനനുസരിച്ച് കേക്കും നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഇത് സ്പഞ്ച് നമ്മൾ തയ്യാറാക്കുന്നത്, ഈ സ്പഞ്ച് എന്ന് പറയുന്നത് നോർമലി നമ്മൾ വൈറ്റ് ഫോറസ്റ്റിനൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലല്ല ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്തിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലർ നേരെ ഇതായിട്ടും ചെയ്യുന്നവരുണ്ടായിരിക്കും കേട്ടോ. ഈ വാനില സ്പഞ്ച് അത് ഓരോരുത്തരുടെ ഓരോ ഹോം ബേക്കേഴ്സിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ഞാനിത് വേറെ രീതിയിലാണ് എന്താ പറയുന്നത്, എൻ്റെ സ്പഞ്ച് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്പഞ്ചാണെങ്കിലും നല്ല ടേസ്റ്റാണ്, അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഈ കേക്ക് കൊടുത്ത കസ്റ്റമറിനും അതുപോലെ തന്നെ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തവർക്കും ഒക്കെ വലിയ ഇഷ്ടമായി. അപ്പോൾ എന്തായാലും എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളോടും ഇത് പറയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ ട്രൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, റെസിപ്പി വേണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും റെസിപ്പി ഷെയർ ചെയ്യാം.
അപ്പോൾ ഈ വീഡിയോ ഈ കേക്ക് ട്രൈ ചെയ്യാൻ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ ആകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.